കല്യാണ കച്ചേരി ലാസ്റ്റ് പാർട്ട്. വീട്ടിലേക്ക് പോകും വഴി ഭൂമിയുടെ ഛർദി വീണ്ടും കൂടി. അതുകൊണ്ട് തന്നെ വല്ലാതെ അവശയായിരുന്നു അവൾ വീട്ടിലേക്ക് തിരികെ വന്നത്. ഇത്തിരി എന്തോ ഭക്ഷണവും കഴിച്ച് അവൾ കിടക്കുവാനായി മുകളിലെ മുറിയിലേക്ക് പോയി. കാർത്തി വെറുതെ ഫോണൊക്കെ നോക്കിക്കൊണ്ട് ബാൽക്കണിയിൽ ഇരിക്കുകയായിരുന്നപ്പോൾ സമയം ഏകദേശം വൈകുന്നേരം 3 മണിയോട് അടുത്തിരുന്നു. അപ്പോഴാണ് PG ഫൈനൽ ഇയറിന്റെ റിസൾട്ട് വന്നു എന്നൊരു നോട്ടിഫിക്കേഷൻ അവൻ കോളേജ് ഗ്രൂപ്പിൽ കാണുന്നത്. പെട്ടെന്ന് തന്നെ ഭൂമിയുടെ രജിസ്റ്റർ നമ്പരും പാസ്വേഡും വെച്ച് അവൻ അവളുടെ റിസൾട്ട് നോക്കി. കാർത്തിയുടെ മിഴികൾ വിടർന്നു. നല്ല മാർക്കുണ്ട് ഭൂമിക്ക്. പക്ഷേ ഫസ്റ്റ് റാങ്ക് മറ്റേതോ കുട്ടിക്കാണ്. 4ാമത്തെ റാങ്കായിരുന്നു ഭൂമിക്ക്. ഭൂമി നല്ല ഉറക്കത്തിലായതുകൊണ്ട് തന്നെ കാർത്തി അവളെ ഉണർത്താതെ നേരെ താഴേക്ക് പോയി. സുഭദ്രയും ബാലേന്ദ്രനും കിരണും ലിവിംഗ് റൂമിൽ എന്തോ കാര്യമായി സംസാരത്തിലായിരുന്നു. അപ്പോഴാണ് ഭൂമിയുടെ റിസൾട്ട് വന്ന കാര്യം കാർത്തി അവരെല്ലാവരോടുമായി പറഞ്ഞത്. ഭൂമിക്ക് നല്ല റിസൾട്ട് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷം തോന്നി. സുഭദ്ര അപ്പോൾ തന്നെ അടുക്കളയിലേക്ക് പായസം വയ്ക്കുവാൻ വേണ്ടി പോയി. ഭൂമി ഉണർന്ന് എഴുന്നേറ്റ് താഴേക്ക് വരുമ്പോഴേക്കും അവരെല്ലാവരും അടുക്കളയിലുണ്ടായിരുന്നു. കൂടാതെ പായസത്തിന്റെ നല്ല നറുമണവും. അവൾ നേരെ സുഭദ്രയുടെ അടുത്തേക്ക് ചെന്നു. എന്താ അമ്മേ പായസം ഉണ്ടാക്കുന്നത്? ഇന്നെന്തേലും പ്രത്യേകതയുണ്ടോ? ഉണ്ടല്ലോ. എന്താ? ഭൂമിയുടെ വാക്കുകളിൽ ആകാംക്ഷ. ഇന്നെന്റെ മോളുടെ റിസൾട്ട് വന്നു. അവൾക്ക് 4th റാങ്ക് ഉണ്ട്. അതിന്റെ സന്തോഷത്തിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. സുഭദ്ര പറഞ്ഞ കാര്യങ്ങൾ ഭൂമിക്ക് മനസ്സിലായി വരാൻ ഒരു ചെറിയ സെക്കൻഡ് സമയമെടുത്തു. ശരിക്കും എന്റെ റിസൾട്ട് വന്നോമേ? ഭൂമി വിശ്വാസം വരാത്ത പോലെ സുഭദ്രയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്നെ ആരെങ്കിലും ഫോൺ വിളിക്കേണ്ടതായിരുന്നല്ലോ. പെട്ടെന്ന് അതേക്കുറിച്ചും ആലോചിച്ചെങ്കിലും പിന്നീടാണ് അവൾക്ക് ഓർമ്മ വന്നത്. കിടക്കാൻ നേരം താൻ ഫോൺ സൈലന്റിൽ ഇട്ട വിവരം. കിരണും കാർത്തിയും ഒരുമിച്ച് അടുക്കളയിലേക്ക് വന്നു. കൺഗ്രാറ്റ്സ് ഭദ്രേ. ഭൂമിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാർത്തി പറഞ്ഞു. കൺഗ്രാറ്റ്സ് ഏട്ടത്തി. അവൾക്ക് കൈകൊടുത്തുകൊണ്ട് കിരണം പറഞ്ഞു. കണ്ണേട്ട, എവിടെ എന്റെ റിസൾട്ട്? ചോദിച്ചതും കാർത്തി അവന്റെ ഫോണിലെ ഗാലറി സ്ക്രീൻഷോട്ട് എടുത്ത് അവളുടെ റിസൾട്ട് ഇമേജ് അവൾക്കായി നീട്ടി. കണ്ടതും അവളുടെ മുഖം വിടർന്നു. അത് നോക്കിക്കൊണ്ട് തന്നെ കാർത്തി പറഞ്ഞു, തനിക്ക് 4ാം റാങ്ക് ഉണ്ടെന്ന്. ശരിക്കും? ഭൂമിയുടെ സന്തോഷം ഇരട്ടിച്ചു. മുകളിലെ റൂമിലിരിക്കുന്ന അവളുടെ ഫോൺ എടുക്കാനായി അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് കടന്നപ്പോഴാണ് ലിവിംഗ് റൂമിൽ കേക്കും തെളിഞ്ഞു നിൽക്കുന്ന ക്യാൻഡിലുമൊക്കെ കാണുന്നത്. ഭൂമി വിശ്വാസം വരാതെ അടുക്കളയിലേക്ക് നടക്കാൻ തുടങ്ങിയപ്പോഴേക്കും കാർത്തി ഓടി വന്ന് അവളെ വട്ടം ചുറ്റി പിടിച്ചിരുന്നു. വാടോ, കേക്ക് കട്ട് ചെയ്തിട്ട് പോകാം മുകളിലേക്ക്. അവരെല്ലാവരും കൈയടിച്ചപ്പോൾ ഭൂമി കേക്കൊക്കെ കട്ട് ചെയ്തു. അവൾക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറയുന്നുണ്ടായിരുന്നപ്പോൾ കാർത്തി അവളുടെ മിഴികൾ നീർത്തുള്ളികൾ തുടച്ചു കൊടുത്തു. സന്ധ്യ ആകാറായപ്പോഴാണ് അവരുടെ വീട്ടിലേക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു അതിഥി എത്തിയത്. കോളിമ്പലടിച്ചപ്പോൾ പോയി വാതിൽ തുറന്നത് കാർത്തിയാണ്. എന്നാൽ തൊട്ടു മുമ്പിൽ സുമയെയും അവളുടെ പേരൻസിനെയും കണ്ടതോടെ കാർത്തി അവരെ അകത്തേക്ക് ക്ഷണിച്ചു. ആ സമയം ഭൂമി മുകളിലായതുകൊണ്ട് തന്നെ കാർത്തി പോയിട്ട് അവളെ താഴേക്ക് വിളിച്ചുകൊണ്ട് വന്നു. താഴേക്ക് പടികൾ ഇറങ്ങി വരുന്ന അവളുടെ മുഖം നിമിഷ നേരം കൊണ്ട് വികസിച്ചു. അവൾ സുമി അങ്ങോട്ട് ഫോൺ വിളിക്കാൻ ശ്രമിച്ചപ്പോൾ ആരും എടുക്കുന്നുണ്ടായിരുന്നില്ല. അതിന്റെ ഒരു ചെറിയ വിഷമവും അവൾക്കുണ്ടായിരുന്നു. അതെല്ലാം ഈ കൂടിക്കാഴ്ചയോടുകൂടി ഇല്ലാണ്ടായി. സുമി. ഭൂമി വേഗം നടന്നെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. ബാക്കിയുള്ളവരെല്ലാവരും അവരുടെ സ്നേഹവും സൗഹൃദവും നോക്കിക്കാണുകയായിരുന്നു ആ സമയത്ത്. കൺഗ്രാറ്റ്സ് സുമി. ഭൂമി സുമി പറഞ്ഞു. കുറച്ചധികം നേരം അവർ എല്ലാവരും ചേർന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ആഹാരമൊക്കെ കഴിച്ചിട്ടാണ് മടങ്ങിപ്പോയത്. ഭൂമിക്ക് ഒരുപാട് സന്തോഷങ്ങൾ നിറഞ്ഞ മറ്റൊരു ദിവസമായിരുന്നു അത്. രാത്രി ഏറെ ആയപ്പോഴാണ് ഗായത്രി അന്ന് ദേവിന്റെ മുറിയിലേക്ക് വന്നത്. അവൾ വരുമ്പോൾ ദേവ് ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഗായത്രി ബാത്റൂമിൽ കയറി വേഗം ഫ്രഷായി ഇറങ്ങി. അവൻ റൂമിലേക്ക് വരുമ്പോൾ അവൾ ഒരു സ്ലീവ്ലെസ് നൈറ്റ് ഗൗൺ ഇട്ടുകൊണ്ട് കയ്യിൽ മോയ്സ്ചറൈസർ ഇട്ട് നിൽക്കുകയാണ്. അവനവളെ ഒന്ന് നോക്കി ബാത്റൂമിലേക്ക് കയറി. ദേവ് തിരിച്ചിറങ്ങി വരുമ്പോഴേക്കും ഗായത്രി കിടന്നിരുന്നു. ദേവിന്റെ സാന്നിധ്യം അടുത്തറിഞ്ഞതും ഗായത്രിയുടെ മിഴികൾ പിടഞ്ഞു. ഗായു ഉറങ്ങിയോ? കാറ്റുപോലെ ദേവിന്റെ ശബ്ദം കാതിൽ പതിച്ചതും അവൾ പതിയെ തിരിഞ്ഞ് അവൻ അടുത്തേക്ക് കിടന്നു. പരസ്പരം കണ്ണിൽ കണ്ണിൽ നോക്കി
അവർ കുറച്ചു സമയം കിടന്നു. ഇരുവരുടെയും മിഴികളിലെ ഭാവങ്ങൾ മാറി മാറി വന്നു. ഇടയ്ക്ക് എപ്പോഴോ ദേവ് ഗായത്രിയെ തന്നോട് ചേർത്ത് പിടിച്ചു. ഉള്ളിൽ പുതുതായി അലയടിച്ചുകൊണ്ടിരുന്ന വികാരങ്ങളെ അടക്കി നിർത്താൻ അവളും പാടുപെടുന്നുണ്ടായിരുന്നു. അവനെ നോക്കിയ അവളുടെ അതരങ്ങൾ വല്ലാണ്ട് വിറകൊണ്ടു. ദേവ് അവൻ പോലും അറിയാതെ അവളിലേക്കടുത്തു. ഇരുവരുടെയും അതരങ്ങൾ തമ്മിലെടുത്തു. പതിയെ അതൊരു ദീർഘ ചുംബനത്തിലേക്ക് വഴിമാറി. അവന്റെ ചുണ്ടുകൾ താഴേക്ക് സഞ്ചാരപാത തീർത്തതും അവൾ ഒന്ന് പൊളഞ്ഞുപോയി. ഉടലിൽ നിന്നും വസ്ത്രത്തിന്റെ ആവരണം മാറിയപ്പോൾ ഗായത്രിക്ക് കുളിർന്നു. അവൾക്കൊരു പുതപ്പ് പോലെ അവൻ അവളെ പൊതിഞ്ഞു. ആ സമയം ദേവിനെ നോക്കാനാവാതെ ഗായത്രി മിഴികൾ താഴ്ത്തി. ആ രാത്രിയിൽ എപ്പോഴോ അവർ പരസ്പരം ഒന്നായി തീർന്നു. ദേവിനായിട്ടുള്ള ഗായത്രിയുടെ വർഷങ്ങളുടെ കാത്തിരിപ്പ് അവസാനിച്ചു. എല്ലാ അർത്ഥത്തിലും അവൾ അവൻ്റേതായി മാറി. ആ രാത്രി അവന്റെ നെഞ്ചിൻ ചൂടിൽ മുഖം ഒളിപ്പിച്ചുകൊണ്ട് അവൾ ഉറങ്ങി. കാലചക്രത്തിൽ നിന്നും ഓരോ ദിനവും അടർന്നു മാറിക്കൊണ്ടിരുന്നു. ഭൂമിക്ക് ഇത് 9ാമത്തെ മാസമാണ്. അടുത്തയാഴ്ചയാണ് അവളോട് അഡ്മിറ്റ് ആകാൻ ഡോക്ടർ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഡേറ്റ് എടുക്കാൻ തുടങ്ങിയതോടെ ഭൂമിയുടെ വയ്യായികകൾ കൂടിക്കൂടി വന്നു. കാലുകളിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നീരുണ്ട്. ഇപ്പോൾ എല്ലാ രാത്രികളിലും കാർത്തിക്കിന്റെ മെയിൻ ജോലിയാണ് അവളുടെ കാലുകൾ ഒഴിഞ്ഞു കൊടുക്കുകയെന്നത്. അവനത് ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു കൊടുത്താലും അതൊരു കുഞ്ഞിക്കാര്യമാണെങ്കിൽ പോലും അതീവ സന്തോഷമായിരിക്കും. അതുപോലെ തന്നെയാണ് കാർത്തിയും ഭൂമിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളിലും അവന്റെ കരുതലും സ്നേഹവും വാത്സല്യവും എല്ലാം കൂടിച്ചേരും. പതിവ് പോലെ ഭൂമിയും കാർത്തിയും സുഭദ്രയും ഒരുമിച്ചിരുന്നാണ് രാവിലത്തെ ആഹാരം കഴിച്ചത്. ബിസിനസിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് കിരണും ബാലേന്ദ്രനും ദുബായിലാണ്. കാർത്തി ആഹാരമൊക്കെ കഴിച്ച് കോളേജിലേക്ക് പോയ ശേഷമാണ് ഭൂമിക്ക് വയറ് ചെറുതായി വേദന തോന്നിയത്. ആദ്യം അവളത് അത്ര കാര്യാക്കിയില്ല. അല്പനേരം കൂടി കിടന്നാൽ എല്ലാം ശരിയാകും. അതേപ്പറ്റി സുഭദ്രയോട് പോലും പറയാതെ അവൾ നേരെ മുകളിലെ അവരുടെ റൂമിലേക്ക് പോയി. എന്നാൽ കുറച്ചധികം നേരം തിരിഞ്ഞും മറിഞ്ഞും കിടന്നെങ്കിലും വേദനയ്ക്ക് ആശ്വാസം തോന്നുന്നുണ്ടായിരുന്നില്ല. അവൾ ബാൽക്കണിയിലേക്ക് ഇറങ്ങി വന്നു. ഇളമ്പയിൽ മുഖത്തേക്കടിച്ചതും അവൾ അതിന് അഭിമുഖമായി തന്നെ നിന്നു. വയറിലെ വേദന അല്പാൽപമായി കൂടി വരുന്നത് അവൾ അറിഞ്ഞു. പെട്ടെന്ന് തന്നെ അവൾ താഴേക്ക് ചെന്നു. സുഭദ്ര ആ സമയത്ത് അടുക്കളയിൽ എന്തോ ചെയ്തുകൊണ്ടിരുന്നു. അമ്മേ, അവരെ വിളിക്കുമ്പോൾ ഭൂമിയുടെ സ്വരം ചെറുതായി ഇടറിപ്പോയിരുന്നു. എന്തു പറ്റുമോളെ? അവളുടെ മുഖത്തെ വെപ്രാളവും വിഷമവും കണ്ടതോടെ സുഭദ്ര അവൾക്കരികിലേക്ക് വന്നു. എനിക്ക് ചെറുതായി വയറിൽ വേദന എടുക്കുന്നുണ്ട്. ഇരു കൈകളും വയറിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഭൂമി പറയുന്നത്. ചിലപ്പോൾ ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്തതാവും. അടുത്തയാഴ്ച അഡ്മിറ്റ് ആകാൻ ഡോക്ടർ പറഞ്ഞതല്ലേ. ചിലർക്കൊക്കെ ഒരാഴ്ച മുന്നേ ഡെലിവറി ഉണ്ടാകും. ഇപ്പൊ തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. എന്തായാലും നമ്മൾ ഹോസ്പിറ്റൽ ബാഗൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചതല്ലേ. മോൾ വേഗം ചെന്ന് വണ്ടിയിലേക്ക് ഇരിക്കുക. അമ്മ ബാഗൊക്കെ ഒന്ന് എടുക്കട്ടെ. അതും പറഞ്ഞ് സുഭദ്ര തിടുക്കത്തിൽ അവരുടെ റൂമിലേക്ക് പോയി. ഭൂമിക്കും കുഞ്ഞിനും വേണ്ടി തയ്യാറാക്കി വെച്ചിരുന്ന സാധനങ്ങളെല്ലാം എടുത്ത് നേരെ കാറിലേക്ക് വെച്ചു. കോ ഡ്രൈവർ സീറ്റിൽ ഭൂമി കൂടി കയറിയതോടെ സുഭദ്ര കാർ പതിയെ മുന്നോട്ടെടുത്തു. ആ സമയം കാറിലിരുന്ന് കാർത്തിക്കിനെ വിളിക്കാനായിട്ട് ഭൂമി പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഭൂമിയുടെ മുഖം വാടി. മോൾ എന്തിനാ വിഷമിക്കുന്നേ? നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കഴിയുമ്പോൾ ഞാൻ തന്നെ അവനെ വിളിച്ചു പറയാം. സുഭദ്ര അവർക്കാകും പോലെയൊക്കെ ഭൂമിക്ക് ആശ്വാസം നൽകി. അധികം താമസിയാതെ തന്നെ അവരുടെ കാറ് ഹോസ്പിറ്റലിന്റെ കോമ്പൗണ്ടിലേക്ക് എത്തിച്ചേർന്നു. അപ്പോഴേക്കും ഭൂമിയുടെ വേദനയും അല്പം കടുത്തിരുന്നു. സുഭദ്ര പറഞ്ഞത് പ്രകാരം 3 പേർ വീൽ ചെയറുമായി അവിടേക്ക് വന്നിരുന്നു. കാരണം ഭൂമിക്ക് വേദന കാരണം നടക്കാൻ കഴിയില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. ഭൂമിയെയും കയറ്റിക്കൊണ്ട് ആളുകൾ മുന്നോട്ട് പോയതോടെ സുഭദ്ര ബാഗുമായിട്ട് അവർക്ക് പിന്നാലെ ചെന്നു. ഭൂമിയെ ഡോക്ടർ ഒന്ന് ചെക്ക് ചെയ്ത ശേഷം NST ചെയ്യാനായി കൊണ്ടുപോയി. അപ്പോൾ തന്നെ സുഭദ്ര കാർത്തികിനെ വിളിച്ച് ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഭൂമിക്ക് പെയിൻ സ്റ്റാർട്ടായി. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് അവർ പറഞ്ഞു. കാർത്തി ഓടിക്കത്തിച്ച് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോഴേക്കും ഭൂമിയെ ലേബർ റൂമിലേക്ക് മാറ്റിയിരുന്നു. എങ്കിലും ഭൂമിക്ക് കാർത്തിയെ കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് ഡോക്ടർ ഭൂമിയെ കയറി കാണുവാൻ കാർത്തിയെ അനുവദിച്ചു. അവൻ ചെല്ലുമ്പോൾ ബെഡിൽ വേദന കൊണ്ട് കിടന്ന് പുളയുകയാണ് ഭൂമി. ആ കാഴ്ച കാണാൻ കഴിയാതെ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവളുടെ കയ്യിൽ വിരൽ കോർത്ത് പിടിച്ച് കാർത്തി.
വല്ലാത്തൊരു നിമിഷമായിരുന്നു അത്. അവരിരുവരും ഒരുപോലെ കരഞ്ഞ നിമിഷം. പിന്നെ പതിയെ അവളുടെ നെറ്റിക്ക് മുകളിലായി അവന്റെ അധരങ്ങൾ പതിപ്പിച്ചു. കരയാതെ, എത്രയും പെട്ടെന്ന് നമ്മുടെ വാവയുമായി വരണം കേട്ടോ. കൊച്ചു കുട്ടിയോട് പറയും പോലെ അവൻ ഭൂമിയോട് പറഞ്ഞു കൊടുത്തു. ആ വേദനയ്ക്കിടയിലും അവനെ നോക്കി അവളുടെ കണ്ണുകളിൽ ഒരു പുഞ്ചിരി വിടർന്നു. കാർത്തി ലേബർ റൂമിന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും അവിടെ ദേവും അവന്റെ അമ്മയും ഗായത്രിയും ഒക്കെ വന്നിരുന്നു. പിന്നീട് മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പായിരുന്നു. വെള്ളം പോലും കുടിക്കാതെ അക്ഷമയോടെ കാർത്തി ലേബർ റൂമിന് മുന്നിലൂടെ നടന്നു. ഭൂമിയെ ലേബർ റൂമിൽ കയറ്റിയെന്നറിഞ്ഞതോടെ ബാലേന്ദ്രനും കിരണും ദുബായിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഭൂമിയുടെ അച്ഛനും അമ്മയും ഒക്കെ എത്തി. ഭൂമിയെ ചടങ്ങിന് മാത്രം അവളുടെ വീട്ടിലേക്ക് 7-ാം മാസത്തിലൊന്ന് അയച്ചതാണ്. അതിന്റെ പിറ്റേ ദിവസം കാലത്തെ കാർത്തിയും സുഭദ്രയും കൂടി അവളെ പോയി കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. തന്റെ മകളെ പൊന്നുപോലെയാണ് സുഭദ്ര നോക്കുന്നതെന്ന് ഭൂമിയുടെ മാതാപിതാക്കൾക്കും നല്ലോണം അറിയാം. ഏകദേശം വൈകുന്നേരം 4 മണിയോട് അടുത്തപ്പോഴാണ് ഭൂമി പ്രസവിച്ചത്. വെള്ള ടവലിൽ പൊതിഞ്ഞ ഒരു ആൺകുഞ്ഞുമായി ഡോക്ടർ ലേബർ റൂമിന് പുറത്തേക്കിറങ്ങി വന്നു. ഭൂമിഭദ്ര. ഭൂമിയുടെ പേര് വിളിച്ചതും കാർത്തിയും സുഭദ്രയും എല്ലാവരും ആവേശത്തോടെ ഡോക്ടർ കരികിലേക്ക് ഓടിച്ചെന്നു. വെളുത്തതെടുത്ത ഒരു കുഞ്ഞിച്ചക്കൻ ഡോക്ടർ കാർത്തിയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തു. ആൺകുഞ്ഞാണ്. ഭദ്ര ഓക്കെയല്ലേ? കുഞ്ഞിന്റെ മുഖത്തേക്കൊന്ന് നോക്കി കാർത്തി പെട്ടെന്ന് തന്നെ ഡോക്ടറോട് ചോദിച്ചു. ഭൂമി കംപ്ലീറ്റ്ലി ഓക്കെയാണ്. കുറച്ച് സമയത്തിന് ശേഷം ഭൂമിയെ റൂമിലേക്ക് കൊണ്ടുവരും. അവരെല്ലാവരും കുഞ്ഞിനെ കണ്ട ശേഷം ഡോക്ടർ തിരികെ ലേബർ റൂമിനുള്ളിലേക്ക് തന്നെ കുഞ്ഞിനെ കൊണ്ടുപോയി. സന്തോഷം കൊണ്ട് കാർത്തി സ്വീറ്റ്സൊക്കെ വാങ്ങി അവിടെ നിന്നവർക്കെല്ലാം നൽകി. ഭൂമിയെ റൂമിലേക്ക് മാറ്റിയപ്പോൾ തൊട്ട് അവൾ കരികിൽ നിന്ന് മാറാതെ അവളെ തൊട്ടും തലോടിയും നിൽക്കുകയാണ് കാർത്തി. സത്യത്തിൽ ഭൂമിയെ താൻ എത്രമാത്രം സ്നേഹിക്കൂ എന്നൊരു തിരിച്ചറിവ് കൂടി കാർത്തിക്കിനെ നൽകിയ നിമിഷമായിരുന്നു അവൾ ലേബർ റൂമിലായിരുന്നത്. പിന്നീട് അവർ ഭൂമിയെയും കുഞ്ഞിനെയും വീട്ടിലേക്ക് കൊണ്ടുവന്നു. കൃത്യം 28-ാം നാള് അവരുടെ പൊന്നോമനയെ രുദ്രാംശ് എന്ന് പേര് ചൊല്ലി വിളിച്ചവർ. 4 വർഷങ്ങൾക്കിപ്പുറമുള്ളൊരു പ്രഭാതം. രാവിലെ 5 മണിക്കത്തെ അലാറം അടിച്ചപ്പോൾ ചാടിപ്പിടഞ്ഞെണീറ്റു. അത് ഓഫ് ചെയ്തു ഭൂമി. കുഞ്ഞു കാർത്തി സുഖ ഉറക്കത്തിലാണ്. ബാത്റൂമിൽ ലൈറ്റ് കിടക്കുന്നത് കണ്ടപ്പോഴേ ഭൂമിക്ക് മനസ്സിലായി കാർത്തി ഉണർന്നെന്ന്. കുഞ്ഞിന്റെ ഇരുവശത്തും ഓരോ തലയണകൾ വെച്ചുകൊണ്ട് ഭൂമി അടുക്കളയിലേക്ക് പോയി. സുഭദ്ര അവിടെ തിരക്കിട്ട പണികളിലാണ്. ആഹാ, മോൾ എഴുന്നേറ്റോ? കുറച്ചു നേരം കൂടി കിടക്കാൻ മേലായിരുന്നോ? അവളെ കണ്ടതും സുഭദ്ര ചോദിച്ചു. ഉറക്കം വന്നില്ലമ്മേ. അവൾ ഓരോ ജോലികളായി ചെയ്തുകൊണ്ട് സുഭദ്രയുടെ അരികിൽ തന്നെ നിന്നു. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അവൾ മുകളിലേക്ക് കയറി ചെന്നു. ആ സമയം കാർത്തി കോളേജിലേക്ക് ആവശ്യമായ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുകയാണ്. കുഞ്ഞ് നല്ല ഉറക്കമായതുകൊണ്ട് തന്നെ ഭൂമി വേഗം ബാത്റൂമിൽ കയറി കുളിച്ചിറങ്ങി. ശേഷം പതിയെ കുഞ്ഞിനെ ഉണർത്തി താഴേക്ക് കൊണ്ടുപോയി. അവനെ അച്ചമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് അവൾ വേഗം തന്നെ സാരി ഉടുത്തു. മുടി ഒന്നായി പിന്നിയിട്ടു. നെറ്റിയിലൊരു കറുത്ത കുഞ്ഞി പൊട്ടും. അതിനു മുകളിൽ അല്പം ചന്ദനം കൂടി തൊട്ടു. അത് കഴിഞ്ഞപ്പോഴേക്കും അവളുടെ ഒരുക്കം പൂർത്തിയായി. ഭക്ഷണം ഉണ്ടാക്കുന്നതിന്റെ തിരക്കിൽ സുഭദ്ര നിന്നപ്പോൾ ഭൂമി ഒരു പാത്രത്തിൽ അല്പം ഇഡലി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു. രുദ്രന്റെ പിന്നാലെ ഓടുകയാണ്. രുദ്ര, നിൽക്കവിടെ. 4 വയസ്സുകാരൻ രുദ്രൻ ഭക്ഷണം കണ്ടാൽ അപ്പം ഓടിക്കളയും. അവനെ ഭക്ഷണം കഴിപ്പിക്കാനൊന്നും വലിയ താല്പര്യമില്ല. കളിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അതും അച്ഛച്ചന്റെയും അച്ഛമ്മയുടെയും കൂടെ. രുദ്രന്റെ കുസൃതിയും കുറുമ്പൊക്കെ കണ്ട ശേഷം ബാലേന്ദ്രനും തിരികെ ദുബായിലെ ബിസിനസ്സിലേക്കൊന്നും പോകാൻ മടിയായി. അതുകൊണ്ട് തന്നെ ദുബായിലെ മൊത്തം ബിസിനസ്സുകളെല്ലാം കിരണിനെ ഏൽപ്പിച്ചു. ആളിപ്പം നാട്ടിൽ തന്നെയുണ്ട്. ഭൂമി, മോളെ, ഞാൻ കൊടുത്തോളാം അവന്. നീ വേഗം പോയി കഴിച്ച് റെഡിയാകുക. 4 വർഷത്തെ ഭൂമിയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി അവൾ പഠിച്ച കോളേജിൽ തന്നെ ലെക്ചറായി ജോലി കിട്ടി. ഭൂമിയെ സംബന്ധിച്ച് സ്വർഗതുല്യമായിരുന്നു ആ നിമിഷവും. പഠിച്ച കോളേജിൽ തന്നെ ജോലി വാങ്ങുക, അതും സ്വന്തം ഭർത്താവിനൊപ്പം തന്നെ ജോലി ചെയ്യുക. അവൾ അതിനെയും ഒരു അനുഗ്രഹമായി കണ്ടു. ഇഡലിയും കറിയും അടങ്ങിയ പാത്രം സുഭദ്രയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് ഭൂമി വേഗം പോയി ആഹാരം കഴിച്ചു. പിന്നെ ഗാർഡനിൽ നിന്ന് രുദ്രന് ഒരു ഉമ്മയും കൊടുത്തുകൊണ്ട് കാറിലേക്ക് കയറി. അച്ഛനും അമ്മയ്ക്കും ടാറ്റ കൊടുത്തുകൊണ്ട് രുദ്രൻ അച്ഛമ്മയോടൊപ്പം ഗാർഡനിൽ തന്നെ നിന്നു. കോളേജിലേക്ക് പോകും വഴി വാ തോരാതെ
എന്തൊക്കെയോ സംസാരിക്കുകയാണ് കാർത്തിയും ഭൂമിയും. അവരിപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പഴയ സാറും കുട്ടിയും ആകാറുണ്ട്. പക്ഷെ അവരുടെ ഇടയിലെ പ്രണയത്തിനും പരിഭവത്തിനും കുറുമ്പിനുമൊന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ല. പതിവ് പോലെ വാഗമരത്തിനടുത്തുള്ള അവരുടെ സ്ഥിരം സ്ഥലത്ത് കാർ പാർക്ക് ചെയ്തു. ഭൂമിയുടെ മിഴികൾ അറിയാതെ സുമിയെ തിരിഞ്ഞുപോയി. അവൾ ഉപ്പായിക്കൊപ്പം സൗദിയിലാണല്ലോ എന്നോർത്തപ്പോ ഒരു ചെറുനോ. എങ്കിലും അവളവിടെ ഹാപ്പിയാണല്ലോ എന്ന് ചിന്തിച്ചപ്പോ ഭൂമിയുടെ മുഖത്തൊരു ചിരി വിരിഞ്ഞു. സ്റ്റാഫ് റൂമിലേക്ക് നടക്കുമായിരുന്നവർ. അപ്പോഴാണ് ദേവ് അവർക്കടുത്തേക്ക് വന്നത്. ദേവ് ഇപ്പോൾ 1 വയസ്സുകാരി പീലിയുടെ അച്ഛൻ കൂടിയാണ്. രുദ്രന്റെ പീലിച്ചു. ദേവിന്റെയും ഗായത്രിയുടെയും പൊന്നോമനയാണ് വേദാത്മിക എന്ന പീലി. അപ്പോഴാണ് കാർത്തിയെ തേടി കിരണിന്റെ കോൾ എത്തുന്നത്. ഏട്ടാ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താടാ, കാര്യം പറ. ഏട്ടാ, മീര ക്യാരിയിങ്ങാണ്. മറുപുറത്തു നിന്ന് കേട്ട വാർത്തയിൽ കാർത്തിക്കിന് സന്തോഷം തോന്നി. ഭൂമി, മീര പ്രഗ്നന്റ് ആണെന്ന്. ആഹാ, ശരിക്കും? ഭൂമി കാർത്തിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി. കൺഗ്രാറ്റ്സ് കിരൺ. താങ്ക് യു ഏട്ടത്തി. മീര എവിടെ? അവൾ കിടക്കുവാണ്. ആണോ? ഓക്കെ, വൈകിട്ട് വീട്ടിലെത്തിയിട്ട് വിളിക്കാമേ. മറുപുറം കോൾ കട്ടായതും നിറഞ്ഞ സന്തോഷത്തോടെ ദേവിനും കാർത്തിക്കുമൊപ്പം ഭൂമി സ്റ്റാഫ് റൂമിലേക്ക് പോയി. അന്നത്തെ ആ സംഭവങ്ങൾക്കെല്ലാം ശേഷം അഞ്ജലി നടന്നു തുടങ്ങിയപ്പോൾ തന്നെ കിരൺ അവളോട് ഡിവോഴ്സിന്റെ കാര്യങ്ങൾ സംസാരിച്ചു. ബന്ധത്തിലെ വിശ്വാസ്യത നഷ്ടപ്പെട്ടതോടെ പിന്നെ അവളും കടുംപിടുത്തം പിടിക്കാൻ നിന്നില്ല. ഡിവോഴ്സിന് രണ്ടുപേർക്കും സമ്മതമായതിനാൽ അധികം താമസിക്കാതെ ഡിവോഴ്സ് നടന്നു. പിന്നെയും 2 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു കിരൺ മീരയെ കണ്ടുമുട്ടിയത്. അവരിരുവരും പരസ്പരം ഇഷ്ടത്തിലായതുമല്ല. അനുപമ മരിച്ച ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീട് വിട്ടിറങ്ങിയതാണ് അഭിലാഷ്. പിന്നെ ഈ നാൾ വരെ അയാളെക്കുറിച്ച് യാതൊരു അറിവുമില്ല. നിർമ്മലയും ഹോംനെസ്സും അഞ്ജലിയും മാത്രം ആ വലിയ വീട്ടിൽ അവശേഷിച്ചു. ഭൂമി ജോയിൻ ചെയ്തിട്ട് ഏകദേശം 1 മാസം ആകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പതിവ് പോലെ അവർ മൂവരും ഒന്നിച്ച് സ്റ്റാഫ് റൂം ലക്ഷ്യമാക്കി നടന്നു. ഇടയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് ചിരിച്ചു. ശേഷം അവർ അവരുടെ സീറ്റുകളിലേക്ക് പോയിരുന്നു. ഫസ്റ്റ് അവർ ഭൂമിക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല. ദേവും കാർത്തിയും ക്ലാസ്സുകളിലേക്ക് പോയി. ഏകദേശം ടീച്ചർമാർക്കൊക്കെ ആദ്യം അവർ ക്ലാസ് ഉണ്ടായതിനാൽ ഭൂമിയും അവളെ കൂടാതെ മറ്റു 2 ടീച്ചേഴ്സും മാത്രം ക്ലാസ്സിൽ അവശേഷിച്ചു. അപ്പോഴാണ് ഒരാൾ അവിടേക്ക് വന്നത്. ഭൂമി, അടുത്തുള്ള അവരെ ക്ലാസ് എടുക്കാനുള്ള പോർഷൻസ് ഒക്കെ വെറുതെ വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എക്സ്ക്യൂസ് മീ. ഭൂമി ബുക്കിൽ നിന്ന് മുഖമുയർത്തി അയാളെ നോക്കി. ഹായ്, ഐ എം ആദർശ് മേനോൻ. ഈ ദേവനന്ദ ടീച്ചറിന്റെ പ്ലേസ്? അയാൾ ഭൂമിയോട് ചോദിച്ചു. ടീച്ചറിന്റെ പ്ലേസ് ഇതാണ്. ഭൂമി തനിക്ക് തൊട്ടടുത്ത സീറ്റ് കാണിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ ടീച്ചർ ഇപ്പോൾ മെറ്റേണിറ്റി ലീവിലാണ്. ഞാൻ ടീച്ചറിന് പകരം പുതിയതായി ഫിസിക്സ് പഠിപ്പിക്കാൻ വന്ന സാറാണ്. അവൻ സ്വയം പരിചയപ്പെടുത്തി. ആണോ, പുതിയൊരാൾ വരുമെന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. സാർ ഇരിക്കൂ, ഭൂമി പറഞ്ഞു. ഒരു പുഞ്ചിരിയോടെ ആദർശ് അവൾക്ക് അടുത്തുള്ള സീറ്റിലേക്ക് ഇരുന്നു. ടീച്ചർ എത്ര നാളായി ഇവിടെ? ഞാൻ ജോയിൻ ചെയ്തിട്ടിപ്പോൾ 1 മാസം ആകാൻ പോകുന്നേ ഉള്ളൂ. ആഹാ, എന്നെപ്പോലെ ന്യൂ ആണല്ലേ? അതെ, പക്ഷെ ഞാൻ പഠിച്ചതൊക്കെ ഈ കോളേജിലാണ്. ആണോ, അതൊരു ഭാഗ്യമാണല്ലോ. പഠിച്ച കോളേജിൽ തന്നെ പഠിപ്പിക്കാനൊരു അവസരം കിട്ടുക എന്ന് പറയുന്നത്. അതിന് ഭൂമി മറുപടി കൊടുക്കും മുന്നേ തന്നെ അടുത്ത അവറിനായിട്ടുള്ള ബെല്ലടിച്ചിരുന്നു. ആദർശ് സാർ എല്ലാരെയും പരിചയപ്പെട്ടൊക്കെ ഇരിക്കൂ, എനിക്ക് അവർ ക്ലാസ്സുണ്ട്. ക്ലാസ്സിലേക്ക് പോകാനായിട്ടുള്ള ബുക്കുകളും കയ്യിലെടുത്തുകൊണ്ട് ഭൂമി ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റു. അതിനുശേഷമായിരുന്നു ദേവും കാർത്തിയും മറ്റ് അധ്യാപകരും അവിടേക്ക് വന്നത്. ആദർശിനെ അവർ പരിചയപ്പെട്ടു. ആദർശമായിട്ടുള്ള ആദ്യ സംസാരത്തിൽ തന്നെ അവർക്ക് പിടികിട്ടി ആളൊരു സംസാരപ്രിയനാണെന്ന്. ഉച്ചയ്ക്കത്തെ ലഞ്ച് ബ്രേക്കിന് ഭൂമിയോട് നിർത്താതെ സംസാരിക്കുവാണ് ആദർശ്. അവന്റെ സംസാരം അധികമായപ്പോൾ കാർത്തിക്കിന് ചെറുതായി ദേഷ്യം വന്നു. ഭൂമിക്ക് കാർത്തിയെ വെറുതെ വട്ടുകളിപ്പിക്കാൻ തോന്നി. ആദർശിന്റെ ഓരോ ചോദ്യങ്ങൾക്കും ഭൂമി മറുപടി പറഞ്ഞുകൊണ്ടേയിരുന്നു. വൈകുന്നേരമായപ്പോൾ ക്ലാസ് കഴിഞ്ഞ് ഓരോ ടീച്ചേഴ്സായിട്ട് ഇറങ്ങി തുടങ്ങി. കയ്യിൽ ഒരു കെട്ട് ബുക്കുമായി കാർത്തി ആദ്യമേ പോയി. പോകുന്ന വഴി ഭൂമിയെ നോക്കിയൊന്ന് പുച്ഛിക്കാനും അവൻ മറന്നില്ല. കുറുമ്പ് പിടിച്ച കുട്ടിയുടേതുപോലെയുള്ള കാർത്തിക്കിന്റെ ആ ഭാവത്തിൽ അറിയാതെ ഭൂമിയുടെ ചുണ്ടിൽ ആർദ്രമായൊരു പുഞ്ചിരി വിടർന്നു. ബാഗും കുറച്ച് ബുക്കുകളും കയ്യിലേക്ക് എടുത്തുകൊണ്ട് ഭൂമി പുറത്തേക്കിറങ്ങി. പിന്നാലെ ദേവും. ഭൂമി, കാർത്തിക് സർ പോയോ? കുറച്ചു മുമ്പ് ഇറങ്ങിയതേ ഉള്ളൂ.
ഭൂമി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. ലാസ്റ്റ് അവർ ദേവിന് ക്ലാസ് ഉണ്ടായിരുന്നത് കൊണ്ട് സ്റ്റാഫ് റൂമിലെ കാര്യമൊന്നും അവൻ അറിഞ്ഞില്ല. സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന ആദർശിനെ കണ്ട് ദേവ് പോകാൻ തുടങ്ങുമ്പോൾ ആദർശ് ദേവിനെ പിന്നിൽ നിന്ന് വിളിച്ചു. എന്താ ആദർശ്, എനിക്കൊരു ലിഫ്റ്റ് തരാമോ ജംഗ്ഷൻ വരെ? അതിനെന്താ തരാലോ. ആദർശ് ദേവിനൊപ്പം പാർക്കിങ്ങിലേക്ക് നടന്നു. നമ്മുടെ ഫോമി മിസ് ആള് പൊളിയല്ലേ? പെട്ടെന്ന് ആദർശിന്റെ ചോദ്യം കേട്ടതും ദേവ് അവനെ സംശയഭാവത്തിൽ നോക്കി. അല്ല, ഷീ ലുക്സ് സോ ബ്യൂട്ടിഫുൾ. പിന്നെ സംസാരിച്ചപ്പോ ആള് ഭയങ്കര ഇന്നസെന്റ് ആയിട്ട് തോന്നി. ആഹാ, എന്നിട്ട്? ദേവ് ഒരു പ്രത്യേക രീതിയിൽ ആദർശിനെ നോക്കി. അവന്റെ പോക്ക് എങ്ങോട്ടേക്കാണെന്ന് ദേവിന് ഏകദേശം പിടികിട്ടി കഴിഞ്ഞു. നല്ല കുട്ടി, കെട്ടുവാണേൽ ഇങ്ങനൊരു കുട്ടിയെ കെട്ടണം. ആഹാ, ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും തീരുമാനിച്ചു. യു നോ ദേവ്, ഐ എം വെരി ഫസ്റ്റ്. ആദർശ് കോളർ പൊക്കിക്കൊണ്ട് പറഞ്ഞു. ആദർശ് എന്തായാലും ഇത് എന്നോട് പറഞ്ഞത് നന്നായി. കാർത്തിക് സാറിനോടാണ് പറഞ്ഞിരുന്നെങ്കിൽ. ദേവ് ആദർശിനെ നോക്കി ചിരിയോടെ പറഞ്ഞു. അതെന്താ, അയാൾക്കും ഭൂമി മിസ്സിനെ ഇഷ്ടമാണോ? പിന്നെ അല്ലാതെ, അവർ തമ്മിൽ പ്രേമിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഞാൻ കുറച്ച് ലേറ്റ് ആയല്ലേ സർ? ആദർശിന്റെ മുഖത്ത് ആശങ്ക. ദേവാണെങ്കിൽ ഉള്ളിൽ പൊട്ടിവന്ന ചിരി അടക്കാൻ പാടുപെട്ടു. ഇനിയും ലേറ്റ് ആക്കണ്ട, കൈയോടെ നമുക്ക് പോയി പറഞ്ഞിട്ട് വരാം. ദേവ് പിടിച്ച പിടിയാലെ ആദർശമായി കാർത്തിയുടെ കാറിന്റെ അടുത്തേക്ക് നടന്നു. കാർത്തിക് സാറേ, ദേ ഇവന് സാറിന്റെ ഭാര്യയോട് എന്തോ പറയണോന്ന്. ഭാര്യയോ? ചെറുതായി പരിങ്ങി ആദർശ്. പിന്നെ നീയല്ലേ പറഞ്ഞത് നിനക്ക് ഭൂമി മിസ്സിനെ? ദേവ് ബാക്കി പറയാൻ തുടങ്ങിയപ്പോഴേക്കും ആദർശ് അവന്റെ വാ പൊത്തി. എന്റെ പൊന്ന് ദേവ് സാറെ, ചതിക്കല്ലേ. ചുമ്മാതല്ല, ഞാൻ ഭൂമി മിസ്സിനോട് സംസാരിച്ചിരുന്നപ്പോ കാർത്തിക് സാർ എന്നെ നോക്കി കണ്ണുരുട്ടി പേടിപ്പിച്ചത്. ആദർശ് പറഞ്ഞതും ദേവ് വയറും പൊത്തി ചിരിച്ചുകൊണ്ട് കാർത്തിയെ നോക്കി. ഇതിന്റെ ഇടയിൽ ഇങ്ങനെയും സംഭവിച്ചോ എന്ന ഭാവത്തിൽ. അപ്പോഴേക്കും ഭൂമി ഫ്രണ്ട് സീറ്റിലിരുന്ന ഭൂമി പതിയെ ഇറങ്ങി പുറത്തേക്ക് വന്നു. ഭൂമിയെ കണ്ടതോടെ ആദർശ് ചമ്മൽ മറയ്ക്കാനായി ദേവിന്റെ പിന്നിലേക്ക് നിന്നു. ഭൂമിക്ക് ചിരിയാണ്. അവൾക്കൊപ്പം കാർത്തിയും ദേവും എല്ലാവരും ചിരിച്ചുപോയി. ഓ, നിന്ന് സമയം പോയത് അറിഞ്ഞില്ല. ഇന്ന് ഗായത്രിയുടെ കൂടെ ക്ഷേത്രത്തിൽ പോകാനുള്ളതാ. ഞാൻ ഇറങ്ങുവാണേ. ദേവ് എല്ലാരോടും യാത്ര പറഞ്ഞു. ആദർശ്, നിന്നെ ജംഗ്ഷനിൽ ഡ്രോപ്പ് ചെയ്യണമെന്നല്ലേ പറഞ്ഞത്? വാ, കേറ്. പോവാണേ സർ. കാർത്തിയെ നോക്കി അല്പം പരങ്ങളോടെ ആദർശ് പറഞ്ഞു. കാർത്തി ചെറുചിരിയോടെ അവനെ നോക്കി തലകൂട്ടി. പോട്ടെ പെങ്ങളെ. ഭൂമിയെ നോക്കി ആദർശ് പറഞ്ഞതോടെ ദേവിനും കാർത്തിക്കും ഒരുപോലെ ചിരി പൊട്ടി. ഭൂമിയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. ഒടുക്കും ആദർശുമായി ദേവിന്റെ കാറ് അവരെ പാസ് ചെയ്ത് കടന്നുപോയി. ഭൂമി കള്ള പരിഭവത്തോടെ കാറിലേക്ക് കയറിയിരുന്നു. അവളെ തണുപ്പിക്കാനായി കാർത്തിയും പിന്നാലെ കയറി. ഓ, എന്താ ചൂട് അല്ലേ ഭദ്രേ? കാർത്തി ഭൂമിയെ കളിയാക്കാനായി പറഞ്ഞു. ദേ കണ്ണേട്ടാ. ഭൂമി വിരൽ ചൂണ്ടിക്കൊണ്ട് അവന് നേരെ ചെന്നതും അവളുടെ ചുണ്ടിലൊന്നും മുത്തിവിട്ടതും സെക്കൻഡുകൾക്കുള്ളിലായിരുന്നു. ഭൂമി ഞെട്ടലോട് ചുറ്റും നോക്കി. കോളേജ് കഴിഞ്ഞിട്ട് കുറച്ചു നേരം ആയതിനാൽ കുട്ടികളാരും അവിടെയെങ്ങും ഉണ്ടായിരുന്നില്ല. കാർത്തിയുടെ ആ ഒറ്റ ചുംബനത്തിൽ ഭൂമിയുടെ പരിഭവം അലിഞ്ഞില്ലാതായി. പകരം അവിടെ ഒരു കള്ളച്ചിരി സ്ഥാനം പിടിച്ചു. കാർത്തി കാർ മുന്നോട്ടെടുത്തു. ഇളം വെയിലിൻ വകഞ്ഞു മാറ്റിക്കൊണ്ട് അവരുടെ കാർ ആ കോളേജ് ഗേറ്റും കടന്ന് മുന്നോട്ടു പോയി. അവരെയും കാത്ത് അച്ചമ്മയ്ക്കരികിലിരിക്കുന്ന നമ്മുടെ രുദ്രന്റെ അടുത്തേക്ക്. ശുഭം. കഥ എല്ലാവർക്കും ഇഷ്ടമായി കാണുന്ന വിശ്വാസത്തോടെ. കുഴപ്പമില്ലാതെ എഴുതിയെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. ഇനിയും നീട്ടിയാലേ ഇടയ്ക്ക് ആരോ കമൻ്റ് ഇട്ട പോലെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയി പോകും. എന്നാലും ആരൊക്കെ എന്തൊക്കെ നെഗറ്റീവ് പറഞ്ഞു വന്നാലും ഈ കഥയെ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ കൂടെ നിന്ന എല്ലാവരോടും തീർത്താൽ തീരാത്ത കടപ്പാടും സ്നേഹവുമുണ്ട്. നമുക്ക് പുതിയൊരു കഥ തുടങ്ങാം. കൂടെ കാണണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് സ്വന്തം മിത്ര.